കള്ളന്മാരായ അച്ഛനും മകനും വിലങ്ങുമായി രക്ഷപ്പെട്ടു. പാലോട് പോലീസ് സ്റ്റേഷനിലെ ഒരു മോഷണക്കേസിലെ പ്രതികളാണ് അച്ഛനും മകനും. അച്ഛന് 55 വയസ്സുള്ള ആറ്റിങ്ങൽക്കാരനായ ആയൂബ് ഖാനാണ്. മകന് 18 വയസ്സുണ്ട്, സയ്യിദ് അലവി. ഇവർ രണ്ടുപേരും മോഷണമാണ്. അച്ഛൻ്റെ അതേ പാത മകനും തുടരുകയാണ്. ആറ്റിങ്ങൽക്കാരാണ്. ഇവരെ പല കേസിനകത്തും പോലീസ് അന്വേഷിച്ച് വരികയായിരുന്നു. അങ്ങനെയാണ് പാലോട് പോലീസ് സ്റ്റേഷനിലെ ഒരു മോഷണ കേസിൽ അച്ഛനെയും മകനെ അവരെ വയനാട്ടിൽ നിന്നാണ് പൊക്കിയത്. ഇവർ ഒളിവിലായിരുന്നു. പല കേസിനകത്തും പ്രതിയുണ്ട്. അച്ഛൻ്റെ അതേ പാത മകനും പിന്തുടരുകയാണ്. അച്ഛൻ്റെ ഒപ്പമാണ് മകനും മോഷണം. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പാലോട് പോലീസ് സ്റ്റേഷനിൽ അവരെ കസ്റ്റഡിയിലാക്കി. അതിനുശേഷം കടയ്ക്കൽ അഞ്ചൽ റോഡിൽ കൂടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ രാത്രിയിൽ പോകുമ്പം ഒരു 4-4:30 മണിയായപ്പം അവർ കടയ്ക്കലെ ചുണ്ട ചെറുകുളത്ത് എന്ന സ്ഥലത്തെത്തിയപ്പം അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. മൂത്രമൊഴിക്കാനാണോ അതോ ബാത്റൂമിൽ കക്കൂസി പോകാനാണോ? 2 പേർക്കും ഒരു വിലങ്ങാണ് അണിയിച്ചിരുന്നത്. 2 പേരെ ഒന്ന് ചപ്പനെയും മകനെയും വെളിയിലിറക്കി. വെളുപ്പാങ്കാലം 4-4:30 മണി, നല്ല ഇരുട്ട്, കൂരിരുട്ട്. അവർക്ക് മൂത്രം ഒഴിക്കണമെന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസുകാർ 2 പേരും മൂത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ബാത്റൂമിൽ എവിടെയെങ്കിലും കക്കൂസി പോകാൻ എവിടെയെങ്കിലും ഇരുന്നോ. എന്തായാലും വിലങ്ങഴിച്ചില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് 2 പേരും വെളിയിലിറക്കി. പോലീസുകാരൽപ്പം മാറി നിന്നിട്ടുണ്ടാകണം. ആ സമയത്ത് ഇവർ അവിടെ മലയിലിട്ട് ഓടിപ്പോയി. രാത്രിയാണ്. അവിടെ പോലീസുകാരെ തോക്കോ അല്ലെങ്കിൽ ടോർച്ചോ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. കസ്റ്റഡിയിൽ ഉള്ള 2 പ്രതികളാണ്. അതായത് ഇരുട്ടാണ്, ടോർച്ചും ഒന്നും കണ്ടു കാണത്തില്ല. മലയിലോട്ട് ഓടി കയറി കഴിഞ്ഞു. ഒരു പിടിയും കിട്ടില്ല. ഇവർ പുറകെ അവിടെയൊക്കെ തപ്പി. ഞായറാഴ്ച ആണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി വെളുപ്പിനെ ഒരു 4-4:30. ഏതായാലും നാട്ടുകാരും കൂടെ പോലീസിനും കൂടെ സെർച്ചിന് കൂടി. 2 പേർക്കും വിലങ്ങുള്ളത് കൊണ്ട് അധികം ഓടാൻ കഴിയില്ല. എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനും പതുക്കെ പോലീസിനെ വെട്ടിച്ച് മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. പക്ഷേ ഞായറാഴ്ച വെളുപ്പിനെ ഇവരെ കോട്ടുക്കൽ കൃഷിഫാമിനടുത്ത് വെച്ച് ഒരു സ്ത്രീ കണ്ടു. ഇവർ 2 പേരും ഒന്നിച്ച് നടന്നു പോകുന്നതായിരിക്കണം കണ്ടത്. പക്ഷേ വിലങ്ങുണ്ടോ എന്ന് അവർ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഏതായാലും അവർ അവിചാരിതമായി അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ആ കോട്ടുക്കൽ കൃഷിഫാമിനടുത്ത് വെച്ച് കാണുകയും ചെയ്തു. ആ വിവരം പോലീസിന് അറിഞ്ഞു. പോലീസ് ആ പ്രദേശത്ത് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയും പോലീസിൻ്റെ സഹായത്തോടുകൂടി. അതുപോലെ ചില ഡ്രോണുകളൊക്കെ, കാരണം കൂടുതലും റബ്ബർ തോട്ടവും കാടുകളും ആയതുകൊണ്ട് ഡ്രോണിൻ്റെ സഹായത്തോടുകൂടി നോക്കുന്നുണ്ട്. നാട്ടുകാരും സഹകരിക്കുന്നുണ്ട്. അഡീഷണൽ ഫോഴ്സുകൾ വരുന്നുണ്ട്. എന്തായാലും 2 പേരെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. വിലങ്ങുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഏതായാലും എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ വിലങ്ങ് ചിലപ്പം ഒരാളുടെ കൈക്ക് വണ്ണം കുറവാണെങ്കിൽ ചിലപ്പോൾ എത്ര പൂട്ടിയാലും പരിശ്രമിച്ച് അത് ഊരിയെടുക്കാൻ പറ്റിയേക്കും. അതുകൊണ്ട് ഒരാളുടെ കയ്യിൽ വിലങ്ങ് മാത്രമേ പിന്നെ കാണുകയുള്ളൂ. ഏതായാലും അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മൂവ്മെൻറ്റ് 2 പേരും വിലങ്ങ് വെച്ചാവുമ്പോൾ വളരെ റെസ്ട്രിക്റ്റഡ് ആവും. അങ്ങനെ മുന്നോട്ടുള്ള പോക്കത്ര സുഖമായിരിക്കത്തില്ല. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം അതിൻ്റെ വിലങ്ങിൻ്റെ അകത്തുനിന്ന് ഒരാളുടെ കൈ ഏതെങ്കിലും വിധത്തിൽ ഊരിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. അതിനുശേഷം മറ്റേ വിലങ്ങ് സൗകര്യം പോലെ എപ്പോഴെങ്കിലും മുറിച്ചാൽ മതിയല്ലോ. എന്തായാലും ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഞായറാഴ്ച വെളുപ്പിനെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും 48 മണിക്കൂറായി. അതേസമയത്ത് അതുപോലെ ചാടിപ്പോയ 2 നൈജീരിയൻ സ്ത്രീകളുടെ വാർത്തകൾ ഇപ്പം വരുന്നുണ്ട്. അവരും ഇതുപോലെ പോലീസ് കസ്റ്റഡി എന്ന് ചാടിപ്പോയതല്ല, സഖി എന്ന കരുതത്തടങ്കിൽ നിന്നാണ് അവർ ചാടിപ്പോയത്. കൊച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായത്. നൈജീരിയയിലെ 2 സ്ത്രീകളെ ചേരാനല്ലൂർ പോലീസ് അവരുടെ വിസ മാർച്ച് വരെ ഉണ്ടായിരുന്നുള്ളൂ. വിസയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു, അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി. അവരെ സഖി എന്ന കരുതത്തടങ്കലിൽ അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ആ 2 പേരും അവിടെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ നൈജീരിയക്കാരി കസാൻഡ്ര എന്ന് പറഞ്ഞ സ്ത്രീക്ക് 27 വയസ്സുണ്ട്.
അതുപോലെ തന്നെ ബാംബുബായി എന്ന സ്ത്രീക്ക് അവർക്ക് ഏകദേശം 34 വയസ്സുണ്ട്. പക്ഷേ ഇവർ ചാടിപ്പോയപ്പം അവിടുത്തെ ജീവനക്കാരനെ എടുത്ത് തള്ളി വെളിയിൽ കളഞ്ഞു. നല്ല ആരോഗ്യമുള്ള സ്ത്രീകളാണ്. വെളിയിൽ കളഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടി. റോഡ് സൈഡിൽ ഒരു കാർ വന്ന് നിന്നു. ആ കാറെ കയറി സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത്. ഏതായാലും അത് വെൽ പ്ലാൻഡ് ആണ്. കാരണം അവരെ സഹായിക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നു. ഇന്ത്യക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ നൈജീരിയക്കാരോ ഇവരുടെ സഹപാഠികളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ ഡ്രഗ്സ് വിൽപ്പനക്കാരോ ഒക്കെ ആയിരിക്കാം. അവർക്ക് ഇതുപോലെ വാഹനങ്ങളൊക്കെ കിട്ടും. ഇന്ത്യയിൽ അവർക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവും. ഏതായാലും അയാളെ മർദ്ദിച്ച് അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടിയവർ കാറിനകത്ത് രക്ഷപ്പെട്ടു പോയി. വിവരങ്ങൾ ഇതുവരെയൊന്നുമില്ല. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ജാഗരൂകരായിരിക്കണം. കാരണം പ്രതികളൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം അവരൊക്കെ നടത്തും. അതിനാണ് വിലങ്ങൊക്കെ ഇട്ടിരിക്കുന്നത്. ആലങ്കോട് അയൂബ് ഖാന് അയാൾക്കറിയാം ഇനി ജാമ്യം കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പനും മകനും ഒന്നിച്ച് അകത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ചാടിപ്പോകുന്നതാണ് ഉത്തമം. ആ ചാടിപ്പോയി എവിടെയെങ്കിലും പോയി ജാമ്യക്കാരെയൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ച ശേഷം ചിലപ്പം പോലീസിന് കീഴടങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ പോലീസ് പിടിക്കുമല്ലോ. അതിനു മുമ്പ് ജാമ്യക്കാരെയൊക്കെ റെഡിയാക്കി വെക്കേണ്ടി വരും. കാരണം ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കള്ളനാണ്. രണ്ടാമത് ജാമ്യം കൊടുക്കും, കള്ളന് ജാമ്യം നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സ്ഥിരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ ജാമ്യത്തിന് പോകുമായിരിക്കും. അല്ലെങ്കിൽ ജാമ്യം റെഡിയാക്കിയിട്ട് കോടതിയിൽ എവിടെയെങ്കിലും സറണ്ടർ ചെയ്യാം. പക്ഷേ അതിനൊന്നും അവർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പനും മകനും നല്ല കള്ളന്മാരാണ്. വളരെയധികം കേസുകളുണ്ട്. അതുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. വീണ്ടും അറസ്റ്റ് ചെയ്യും. വീണ്ടും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ വീണ്ടും രക്ഷപ്പെടും. അതൊക്കെയാണ് അയൂബ് ഖാനെ ടൈപ്പുള്ള കള്ളന്മാരുടെ അവരുടെ ചിന്ത അങ്ങനെയാണ്. അയൂബ് ഖാൻ 55 വയസ്സുണ്ടെന്ന് വിചാരിച്ചാൽ നല്ല ആരോഗ്യമുള്ള ആളാണ്. അയാളുടെ മകന് 18 വയസ്സേ ഉള്ളെന്ന് വിചാരിച്ചാണ്. ഏതായാലും അപ്പനും മകനും ഒരേ ബോട്ടിൽ തന്നെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. ഒന്നിച്ചാണ് മോഷണത്തിന് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.